റോസ്ന സിമ്പിൾ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഓട്സ് കോട്ടഡ് ഫ്രൈഡ് ചിക്കൻ, KFC സ്റ്റൈലിൽ നമ്മൾ ഓട്സ് എല്ലാം കോട്ട് ചെയ്തിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമ്മളൊരു 2-3 സ്റ്റേജായിട്ടാണ് കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ കുരുമുളക് കൂടി കൂട്ടി അരച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതും കൂടി കൂട്ടി ഒന്നിച്ച് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിന് തൈരാണ് ചേർക്കുന്നത്, വെള്ളമല്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തൈരും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ചേർത്തിട്ട് ആ ചിക്കൻ്റെ മുകളിൽ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതി. ആ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മസാല പിടിക്കുക. ഞാൻ ഈ മസാല മിക്സ് ചെയ്യുമ്പോഴല്ലോ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ ചേർക്കുകയാണ്. ഒരു 1 ടീസ്പൂണിലും കുറച്ചുകൂടി അധികം പെരുംജീരകത്തിൻ്റെ പൊടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മസാല മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിനെ നമ്മളൊരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ അടുത്ത കോട്ടിങ് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ മൈദ, പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പൗഡറിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ നന്നായിട്ട് അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ പൊടി നന്നായിട്ട് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ചിക്കനെ അതിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ചിക്കന് ഇത് നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഒന്നുകൂടി ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ കൂടി ചിക്കനെ മാറ്റി വെക്കുക. ഈ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഓട്സിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മൈദയും ഒരു മുട്ടയും കൂടിയും കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുക. എന്നിട്ട് അതിൽ ചിക്കൻ മുക്കി ഓട്സിലും മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ നമ്മുടെ ഓട്സിനെ എടുക്കുക. അപ്പോൾ ഓട്സ് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ നമ്മുടെ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഒരുപാട് പൊടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിക്കനെ മൈദയുടെ ബാറ്ററിൽ ആദ്യം മുക്കുക. അതിനുശേഷം ഓട്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഓട്സ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മളതിനെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരാം. ചിക്കൻ ഇടുമ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടിലായിരിക്കണം ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ചൂട് തീരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗം വേവില്ല. ഇത് 2-3 കോട്ടിങ് വരുന്നത് കൊണ്ട് നല്ല തിക്ക് കോട്ടിങ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉള്ളു വേവാൻ സമയമെടുക്കും. അപ്പോൾ ചൂട് നമ്മൾ വളരെ കുറച്ച് വെക്കുക. കുറച്ച് സമയം കിടന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗത്ത് വേവുള്ളൂ. അപ്പോൾ നമ്മുടെ ഓട്സ് കോട്ടഡ് KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.